നമസ്കാരം പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റം വന്നിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടോ? ചിലപ്പോൾ നമ്മൾ എന്തു ചെയ്തിട്ടും ഒരു ഫലവും കാണുന്നില്ല. സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ, ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാതെ പോകുന്നു, കുടുംബത്തിൽ ഒരു സമാധാനമില്ലായ്മ, മൊത്തത്തിൽ ഒരു തളർച്ച അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയിലൂടെയാണോ നിങ്ങൾ ഇപ്പോൾ കടന്നുപോകുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ കേൾക്കുന്ന കുറച്ചു നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിർണായകമായേക്കാം. കാരണം നിങ്ങളുടെ ദുരിതങ്ങൾക്ക് ഒരു ആശ്വാസമേകാൻ, ജീവിതത്തിൽ പോസിറ്റീവായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു പുരാതന മന്ത്രത്തെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. വെറും 7 ദിവസം പൂർണ്ണമായ വിശ്വാസത്തോടെയും ഞാൻ പറയുന്ന ലളിതമായ ചിട്ടകളോടെയും ഈ മന്ത്രം ജപിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, നിങ്ങളുടെ ഉള്ളിലുള്ള പോസിറ്റീവ് ഊർജ്ജത്തെ ഉണർത്താനുള്ള ഒരു താക്കോലാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. നിങ്ങളുടെ നല്ല ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ പ്രപഞ്ചത്തിന്റെ പിന്തുണ ലഭിക്കാൻ ഇത് സഹായിച്ചേക്കാം. അതുകൊണ്ട് ഈ വീഡിയോ ശ്രദ്ധയോടെ മുഴുവനായി കാണുക. നമ്മളിൽ പലരും ചിന്തിക്കാറില്ലേ, എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ? ഞാൻ ആരെയും ദ്രോഹിക്കാറില്ല, നന്നായി അധ്വാനിക്കുന്നുണ്ട്, എന്നിട്ടും എന്താണ് ഒരു ഉയർച്ചയില്ലാത്തത്? ഇതിന് പല കാരണങ്ങളുണ്ടാകാം. ചിലപ്പോൾ നമ്മൾ പോലുമറിയാതെ നമ്മുടെ ഉള്ളിൽ തന്നെ അടിഞ്ഞുകൂടുന്ന നിഷേധാത്മക ചിന്തകളാവാം കാരണം. നമ്മുടെ ഭയം, ആശങ്കകൾ, സംശയങ്ങൾ എന്നിവയെല്ലാം ഒരു മതിലുപോലെ നമ്മുടെ വിജയത്തിന് തടസ്സമായി നിൽക്കുന്നുണ്ടാവാം. ഇതിനെ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം: നമ്മുടെ മനസ്സ് ഫലഭൂയിഷ്ഠമായ ഒരു മണ്ണുപോലെയാണ്. എന്നാൽ അതിൽ ആശങ്കകളുടെയും ഭയത്തിന്റെയും കളകൾ നിറയുമ്പോൾ ആഗ്രഹങ്ങളുടെ നല്ല വിത്തുകൾക്ക് അവിടെ വളരാൻ കഴിയാതെ വരുന്നു. അതുകൊണ്ട് പുറമേയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു മുൻപ് നമ്മുടെ ഉള്ളിലുള്ള ഈ തടസ്സങ്ങളെയാണ് ആദ്യം മാറ്റേണ്ടത്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ചിലപ്പോൾ ഫലം കിട്ടാത്തതിന്റെ കാരണവും ഇതുതന്നെയാവാം. സംശയവും ഭയവും നിറഞ്ഞ ഒരു മനസ്സോടെ നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും അതിന് പൂർണ്ണമായ ശക്തിയുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുക, അതിനെ പോസിറ്റീവായ ചിന്തകൾ കൊണ്ട് നിറയ്ക്കുക. അതിന് സഹായിക്കുന്ന അതിശക്തമായ ഒരു ഉപാധിയാണ് മന്ത്രങ്ങൾ. സെക്ഷൻ 2: എന്താണ് മന്ത്രങ്ങളുടെ ശക്തി? മന്ത്രങ്ങൾ എന്നത് കുറച്ചു വാക്കുകൾ, വെറുതെ ഉരുവിടുന്ന ഒന്നാണെന്ന് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എന്നാൽ മനനാത് ത്രായതേ ഇതി മന്ത്രു എന്നാണ് പറയുക. അതായത്, നിരന്തരമായ മനനം കൊണ്ട് നമ്മളെ രക്ഷിക്കുന്നത് എന്താണോ അതാണ് മന്ത്രം. മന്ത്രങ്ങൾ കേവലം വാക്കുകളല്ല, അവ ഓരോന്നും പ്രത്യേക ഊർജ്ജവും പ്രകമ്പനവും ഉള്ള ശബ്ദങ്ങളാണ്. പുരാതന യശീശ്വരന്മാർ ധ്യാനത്തിലൂടെ കണ്ടെത്തിയ പ്രപഞ്ചത്തിലെ അടിസ്ഥാനപരമായ ഊർജ്ജവീചികളാണ് ഓരോ മന്ത്രവുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഉദാഹരണത്തിന്, ഓം എന്ന ശബ്ദം കേൾക്കാത്തവരുണ്ടാവില്ല. ഇത് പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന ശബ്ദമാണെന്ന് പല തത്വചിന്തകളും പറയുന്നു. ശാസ്ത്രലോകം പോലും ഇന്ന് ഈ ശബ്ദത്തിന്റെ പ്രകമ്പനങ്ങളെയും അത് മനുഷ്യ ശരീരത്തിലും മനസ്സിലും ചെലുത്തുന്ന സ്വാധീനത്തെയും പറ്റി പഠനങ്ങൾ നടത്തുന്നുണ്ട്. ഈ പ്രകമ്പനങ്ങൾക്ക് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനും ഉള്ളിലെ ഊർജ്ജത്തെ ഉണർത്താനും കഴിയുമെന്നാണ് വിശ്വാസം. ഇതുപോലെ ഓരോ മന്ത്രത്തിനും ഓരോ പ്രത്യേക ഫലം നൽകാൻ കഴിയും. പക്ഷേ ഒരു താക്കോൽ പ്രവർത്തിക്കണമെങ്കിൽ അത് ശരിയായ പൂട്ടിലിട്ട് തിരിക്കണമല്ലോ. അതുപോലെ മന്ത്രങ്ങൾ പ്രവർത്തിക്കാൻ ഏറ്റവും വേണ്ടത് നമ്മുടെ വിശ്വാസമാണ്. ഇത് പ്രവർത്തിക്കും, എന്റെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരും എന്ന ഉറച്ച വിശ്വാസത്തോടെ ജപിക്കുമ്പോൾ
ആ മന്ത്രത്തിന്റെ ഊർജവും നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഊർജവും ചേർന്ന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. സർവ അഭീഷ്ടസിദ്ധി നൽകുന്ന അദ്ഭുത മന്ത്രം. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏത് നല്ല ആഗ്രഹവും സാധിക്കാൻ സഹായിക്കുന്ന സാമ്പത്തികവും മാനസികവുമായ തടസ്സങ്ങൾ നീക്കാൻ ശക്തിയുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന പുരാതന ആചാര്യന്മാർ കൈമാറി വന്നിട്ടുള്ള അതിശക്തമായ ഒരു സിദ്ധി മന്ത്രമാണ് ഞാനിന്ന് പങ്കുവയ്ക്കുന്നത്. ഈ മന്ത്രം ശരിയായ രീതിയിൽ ജപിച്ചാൽ ഒരു കൽപ്പവൃക്ഷം പോലെ നിങ്ങൾക്ക് ഫലങ്ങൾ നൽകാൻ അതിന് കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. ശ്രദ്ധയോടെ കേൾക്കുക. ഞാൻ ഈ മന്ത്രം 3 തവണ വ്യക്തമായി പറയാം. നിങ്ങൾക്ക് എന്റെ കൂടെ ഏറ്റുചൊല്ലാം, അല്ലെങ്കിൽ കേട്ട് മനസ്സിൽ ഉറപ്പിക്കാം. മന്ത്രം ഇതാണ്: ഓം ഹ്രീം സർവമംഗള സിദ്ധിം കുരു സ്വാഹ. ഒരിക്കൽ കൂടി, ഓം ഹ്രീം സർവമംഗള സിദ്ധിം കുരു സ്വാഹ. അവസാനമായി, ഓം ഹ്രീം സർവമംഗള സിദ്ധിം കുരു സ്വാഹ. ഈ മന്ത്രത്തിന്റെ അർത്ഥം വളരെ ലളിതമാണ്. ഹ്രീം എന്നത് പ്രപഞ്ചശക്തിയായ ദേവിയുടെ ബീജാക്ഷര മന്ത്രമാണ്. സർവമംഗളസിദ്ധിം എന്നാൽ എല്ലാവിധത്തിലുമുള്ള ഐശ്വര്യങ്ങളും വിജയങ്ങളും എന്നാണ്. കുരു സ്വാഹ എന്നാൽ അത് എന്നിൽ സംഭവിക്കട്ടെ, ഞാൻ എന്നെത്തന്നെ പ്രപഞ്ചത്തിന് സമർപ്പിക്കുന്നു എന്നാണ്. ചുരുക്കത്തിൽ, പ്രപഞ്ചശക്തിയുടെ പ്രതീകമായ ദേവി എനിക്ക് ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും വിജയങ്ങളും നൽകിയാലും എന്ന് പൂർണ്ണമായ സമർപ്പണത്തോടെ നമ്മൾ അപേക്ഷിക്കുകയാണ് ഈ മന്ത്രത്തിലൂടെ ചെയ്യുന്നത്. CTA കോൾ ടുഗദർ. ഈ മന്ത്രത്തിന്റെ ശക്തിയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഈ 7 ദിവസത്തെ സാധന ഒരുമിച്ച് തുടങ്ങാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഞാൻ തയ്യാറാണ് എന്ന് ടൈപ്പ് ചെയ്യൂ. നിങ്ങളുടെ ഓരോ കമന്റും ഈ നല്ല യാത്ര തുടങ്ങാനുള്ള ഒരു ഉറച്ച തീരുമാനമാണ്. അതോടൊപ്പം ഈ അറിവ് മറ്റുള്ളവർക്കും പ്രയോജനപ്പെടാനായി ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മന്ത്രം ജപിക്കേണ്ട രീതി: 7 ദിവസത്തെ ചിട്ട്. ഈ മന്ത്രസാധന കൂടുതൽ ഫലവത്താകാനും മനസ്സിനെ ഒരുക്കി നിർത്താനും സഹായിക്കുന്ന ചില ചിട്ടകളാണിത്. ഇതൊരു നിർബന്ധമല്ല, പക്ഷെ പാലിച്ചാൽ കൂടുതൽ ഗുണകരമാവും. സമയം: ഏറ്റവും നല്ല സമയം സൂര്യോദയത്തിന് മുൻപുള്ള ബ്രാഹ്മമുഹൂർത്തമാണ്. ആ സമയത്ത് സാധിക്കാത്തവർക്ക് രാവിലെ കുളിച്ച് ശുദ്ധിയായ ശേഷമോ അല്ലെങ്കിൽ വൈകുന്നേരം വിളക്ക് വെക്കുന്ന സമയത്തോ ജപിക്കാം. പ്രധാനം: 7 ദിവസവും ഏകദേശം ഒരേ സമയം തന്നെ ജപിക്കാൻ ശ്രമിക്കുന്നതാണ്. അത് നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഒരു താളം ഉണ്ടാക്കാൻ സഹായിക്കും. സ്ഥലം: വീട്ടിൽ ഏറ്റവും ശാന്തവും വൃത്തിയുള്ളതുമായ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. അവിടെ മറ്റാരുടെയും ശല്യമില്ലാതെ കുറച്ചുനേരം ചെലവഴിക്കാൻ കഴിയണം. തയ്യാറെടുപ്പ്: ജപിക്കുന്നതിനു മുൻപ് കുളിച്ച് ശരീരശുദ്ധി വരുത്തുന്നത് മനസ്സിനും ഉന്മേഷം നൽകും. കിഴക്ക് ദിശയ്ക്ക് അഭിമുഖമായി നട്ടെല്ല് നിവർത്തി സൗകര്യമായി ഇരിക്കുക. മുൻപിൽ ഒരു വിളക്ക് കത്തിച്ചുവെക്കുന്നത് ഏകാഗ്രത കൂട്ടാൻ സഹായിക്കും. എത്ര തവണ? ഈ മന്ത്രം ദിവസവും 108 തവണ ജപിക്കുന്നത് ഉത്തമമാണ്. എണ്ണം കൃത്യമാകാൻ ഒരു ജപമാല ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ വിരലുകളിൽ എണ്ണിയാലും മതി. ഏറ്റവും പ്രധാനം മനോഭാവം. ഇതാണ് ഈ സാധനയുടെ ആത്മാവ്. കണ്ണുകളടച്ച് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം, ഉദാഹരണത്തിന് ഒരു നല്ല ജോലി, കടങ്ങൾ തീരുന്നത്, ആരോഗ്യം മനസ്സിൽ വ്യക്തമായി കാണുക. അത് ഇതിനോടകം സാധിച്ചതുപോലെയും അതിന്റെ സന്തോഷം നിങ്ങൾ അനുഭവിക്കുന്നതായും സങ്കൽപ്പിക്കുക. ആ ഒരു സന്തോഷത്തോടെയും നന്ദിയോടെയും വേണം ഓരോ തവണയും മന്ത്രം ജപിക്കാൻ. യാന്ത്രികമായി ഉരുവിടാതെ
അർത്ഥവും അതിലെ ശക്തിയും ഉൾക്കൊണ്ട് ജപിക്കുന്നതിലാണ് യഥാർത്ഥ ഫലം. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഒരു ദിവസം പോലും മുടങ്ങാതെ 7 ദിവസം ഈ മന്ത്രം 108 തവണ ജപിക്കാൻ ശ്രമിക്കുക. ഈ ദിവസങ്ങളിൽ സസ്യാഹാരം ശീലിക്കുന്നതും ലഹരിവസ്തുക്കൾ ഒഴിവാക്കുന്നതും മറ്റുള്ളവരുമായി കലഹിക്കാതിരിക്കുന്നതും നിങ്ങളുടെ പോസിറ്റീവ് ഊർജം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. എന്ത് പ്രതീക്ഷിക്കാം? എന്തെല്ലാം ഒഴിവാക്കണം? ഈ സാധന തുടങ്ങുമ്പോൾ ചിലർക്ക് ചില അനുഭവങ്ങൾ ഉണ്ടാകാം. 1-2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഒരു പ്രത്യേക ശാന്തതയും ഒരു പോസിറ്റീവ് ഭാവവും വന്നു നിറയുന്നതായി അനുഭവപ്പെട്ടേക്കാം. അനാവശ്യമായ ഭയവും ഉത്കണ്ഠയും കുറയുന്നതായി തോന്നാം. ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഇടത്തുനിന്ന് ഒരു സഹായം ലഭിക്കുക, അല്ലെങ്കിൽ തടസ്സപ്പെട്ടു കിടന്ന ഒരു കാര്യം മുന്നോട്ടു നീങ്ങുക എന്നിങ്ങനെയുള്ള ചെറിയ അനുകൂലമായ അനുഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു തുടങ്ങാം. എന്നാൽ ഈ സമയത്ത് ചില കാര്യങ്ങൾ മനസ്സിൽ വെക്കുന്നത് നല്ലതാണ്. ക്ഷമയില്ലായ്മ, ഇന്ന് ജപിച്ച് നാളെ തന്നെ ഫലം കിട്ടുമെന്ന് വാശി പിടിക്കരുത്. പ്രപഞ്ചത്തിന് അതിന്റേതായ ഒരു സമയക്രമമുണ്ട്. നമ്മുടെ കർമ്മം വിത്ത് നടുന്നത് പോലെയാണ്. ക്ഷമയോടെ കാത്തിരുന്നാൽ ഫലം തീർച്ചയായും ഉണ്ടാകും. സംശയം, ഇതൊക്കെ നടക്കുമോ എന്ന ചിന്ത വന്നാൽ അത് നമ്മൾ നട്ട വിത്തിന് ഒഴിക്കുന്ന വിഷം പോലെയാണ്. സംശയങ്ങളെ മാറ്റി നിർത്തി പൂർണ്ണമായി വിശ്വസിക്കുക. മറ്റുള്ളവരുടെ അഭിപ്രായം, നിങ്ങൾ ഈ അനുഷ്ഠാനം ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങളെ പരിഹസിക്കുന്നവരോടോ നെഗറ്റീവ് ചിന്താഗതിയുള്ളവരോടോ അധികം സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇത് നിങ്ങളുടെ ശ്രദ്ധയെയും ഊർജ്ജത്തെയും സംരക്ഷിക്കാൻ സഹായിക്കും. കൈതറവക. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ സഹായിച്ചേക്കാവുന്ന ഒരു വഴിയാണ് ഞാനിന്ന് നിങ്ങൾക്ക് മുന്നിൽ തുറന്നു തന്നത്. ഈ വഴിയിലൂടെ നടക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഓർക്കുക, യഥാർത്ഥ ശക്തി നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഈ മന്ത്രം ആ ശക്തിയെ ഉണർത്താനുള്ള ഒരു ഉപാധി മാത്രമാണ്. ഈ 7 ദിവസത്തെ അനുഷ്ഠാനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ നല്ല അധ്യായം തുടങ്ങാനുള്ള അവസരമായി കാണുക. പൂർണ്ണമായ വിശ്വാസത്തോടെ, സമർപ്പണത്തോടെ, സന്തോഷത്തോടെ ഇത് ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സത്യസന്ധമാണെങ്കിൽ പ്രപഞ്ചശക്തി തീർച്ചയായും നിങ്ങളെ സഹായിക്കും. ഈ വീഡിയോ കണ്ട എന്റെ എല്ലാ സുഹൃത്തുക്കളുടെയും ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും നിറയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ നല്ല ആഗ്രഹങ്ങളും ഈശ്വരൻ സാധിപ്പിച്ചു തരട്ടെ. ഇതുപോലുള്ള നല്ല അറിവുകൾ ഇനിയും നിങ്ങളിലേക്ക് എത്തുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ഒരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്മകൾ നേരുന്നു. നമസ്കാരം.